പവർ വാലിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവൻ്റെ കൂട്ടുകാരൻ അനൽ ജോസഫ് ജോൺ. ഞങ്ങൾ ഹോട്ട് പോട്ട് കഴിക്കാൻ പോവുകയാണ്. രണ്ട് പേട്ടുണ്ട്. ഓ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവർ വാലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദോൻ സംസാരിക്കുന്ന പുല്ല് ഫോക്കസ് വേട് ഓട്ടോ ഫോക്കസ് ഇട്ടു. ഓക്കെ, ഞാൻ അനള്, ജിതു, അമല്, റഹ്മാൻ, അനൂപ്, സച്ചിൻ, ആവണി, അശ്വതി, ഞങ്ങൾ എല്ലാവരും കൂടെ ഹോട്ട് പോട്ട് ചൈനീസ് ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, 1.5 മണിക്കൂർ അൺലിമിറ്റഡ് ഫുഡ്. അത് ട്രൈ ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ ചാനലിലൂടെ ഈ വരാൻ പോകുന്നത്. ഹലോ പോ വെറുതെ വിട്ടു നിൽക്കുന്നത്. ഞങ്ങൾ മെയിൻ റോഡിലോട്ട് കടക്കുകയാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഐ മീൻ ഇവിടെ എല്ലാ വണ്ടികളും റൈറ്റാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്ത് റൈറ്റിലോട്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം. അല്ല, മനസ്സിലായോ? നിനക്കല്ല മനസ്സിലായോ? ഓക്കെ, നമ്മുടെ നാട്ടിലെ KSB-കാരന്റെ തൊപ്പിയാണ് ഇവിടുത്തെ ഹെൽമെറ്റ് ഗൈസ്. നോക്കൂ, അയ്യോ ഹെൽമെറ്റ് കാണാൻ ഞാൻ തിരിയുന്നു. പറ്റിയില്ലടാ പോയി. ഓക്കെ, ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ ഉള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെയൊക്കെ എന്ന് വരും ഗൈസ്. ബൈക്ക് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം, കാറ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം, ബൈക്കിന് പോകാൻ ഒരു സ്ഥലം, കാറിന് പോകാൻ ഒരു സ്ഥലം, ബസ്സിന് പോകാൻ വേറെ റോഡ്. ഇങ്ങനെ ഈ സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ എന്ന് വരും ഗൈസ്. പറയുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം പറയാനായിട്ട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തതല്ല, യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ പവർ വാലി ഒരു ക്യാമറ വാങ്ങിച്ചിരിക്കുന്നു ഗോയ്സ്. എൻ്റെ ഒരു കിഡ്നിയാണ് ഗോയ്സ് അത് ഞാൻ കൊടുത്തിരിക്കുന്നത്. എൻ്റെ കിഡ്നിക്ക് പവർ വാലിയുടെ ഒരു ക്യാമറയുടെ വില മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. ആ മുഖം ഒന്ന് കാണിക്കൂ ഗോയ്സ്. ഇതാണ്, ഇവിടെ നിന്നാണ് നമുക്ക് കട്ട് ചെയ്ത് ലതിലേ പോകണം. ലതിലേ പോയി കുറച്ചൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? 6 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തുന്നതായിരിക്കും. ഇവിടെ ബൈക്ക് പോകുന്നത് ഫുട്പാത്ത് പോകുന്നത് അതേ വഴി തന്നെയാണ്. കാരണം എന്താ, ഇവിടെ മുഴുവനും ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതുകൊണ്ട് അപകടങ്ങൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ വേളയിൽ, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആംബുലൻസിന്റെ ശബ്ദമോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ആംബുലൻസിന്റെ ശബ്ദം എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മുന്നിൽ പോകുന്ന ആ ഒരു സ്കൂട്ടർ കണ്ടു, അത് സൂം ചെയ്തു ഫോക്കസ് ഉള്ള സൂം ചെയ്തു. അതുപോലത്തെ വണ്ടികൾ ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് സർക്കാർ ഇറക്കിയേക്കുന്നതാണ്. അത് സാധാരണക്കാരനും ബൈക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവനും വണ്ടി സ്വപ്നം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി സർക്കാർ ഇറക്കിയിരിക്കുന്ന പരിപാടിയാണിത്. അതായത് ഇവരുടെ ഒരു ആപ്പിൽ അതിന്റെ പുറകിൽ QR കോഡ് വെച്ചിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ട് വലിക്കും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കയറി നമ്മൾ എത്ര സമയം ഓടിക്കുന്നു അതനുസരിച്ചുള്ള പൈസ അക്കൗണ്ടിൽ. എന്നാൽ ചാർജ് തീർന്നാൽ നോക്കൂ, ആ വണ്ടിയുടെ താഴെ പെടല് കണ്ടു, പട്ടിയുടെ സഹായം നമുക്ക് കുബേരനിലെ ദിലീപ് പോകുന്ന പോലെ ചവിട്ടി പോകാവുന്നതാണ്. നമ്മുടെ സിഗ്നലാണ് ഗൈസ്. ഇവിടെയാണ് ഈ ആ ഒരു KFC കാണാൻ വരുന്നുണ്ടോ? ആ KFCന്റെ മുകളിലുള്ള ജിമ്മിലാണ് നമ്മളെല്ലാവരും പൊക്കോണ്ടിരുന്ന നമ്മുടെ സ്വന്തം ജിമ്മ്. ടാക്സി കാണിച്ചത് കുഞ്ഞു ടാക്സി. അത് ടാക്സി വേറെ ആരും വന്ന് ഓടിച്ചോണ്ട് പോകണ്ട, സ്കാൻ ചെയ്യാ നമ്മൾ തന്നെ ഓടിച്ചോണ്ട് പോകാം. ടാക്സിയാണ് ഗൈസ്. ചോദിക്കും, നമുക്ക് ഇവിടുത്തെ ലൈസൻസ് ഇല്ലല്ലോ, നമുക്ക് സ്കാൻ ആവും. അതിന് നീ ചോദിച്ചൊരു മണ്ടൻ ക്വസ്റ്റ്യനാ. പർട്ടിക്കുലർ റോഡ് ബൈക്കിന് പോകാൻ വേണ്ടി മാത്രമുള്ള റോഡ്. ഈ റോഡ്, അതായത് ഈ റോഡ് അത് കാറുകൾക്ക് പോകാനായിട്ട്. പിന്നെ അത്രയല്ലേ ഉള്ളൂ. പിന്നെ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ പ്രത്യേക ഒരു ലൈനോടെ വരും. ബസ്സിന് വരുമ്പോഴത്തേന് പ്രത്യേക ഒരു ലൈൻ വരും ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആൾക്കാരെ കയറ്റാനായിട്ടും ഇറക്കാനായിട്ടും. പിന്നെ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെ കണ്ടക്ടറും കിളിയൊന്നുമില്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. കയറുക, ഒരു നിശ്ചിത എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ബസ് എവിടം വരെ പോകുന്നുണ്ടോ ആ അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ. നല്ല പച്ച കളറിലെ പച്ചമയുള്ള ബസ്സുകൾ. എന്നെയാണ് ബസ്സാന്ന് കാണുന്നത്. ബസ് ഇതാണ് ചൈനയിലുള്ള പുത്തൻകുരിശ് പള്ളി. പഴയ കുരിശ. നമ്മൾ ക്രിസ്മസിനൊക്കെ ഇവിടെ വന്നിരുന്നാണ് പ്രാർത്ഥിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്.
അപ്പം നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ആപ്പിളൊക്കെ കിട്ടിയായിരുന്നു. അടച്ചിരിക്കുക. ഓക്കെ, ഉറങ്ങട്ടെ. യാത്രയായി. അയ്യോ, കോപ്പറേറ്റ് കുടിക്കും. കോപ്പറേറ്റ് കുടിക്കും. എന്ത് ആ പാട്ട് പാടിയല്ലോ? പാട്ട് പാടുന്നതിന് പ്രശ്നമാണ്. റിക്ഷ ശരിയല്ലല്ലോ. ഞങ്ങൾ വേറെ പാട്ടാണ് പാടുന്നത്. ടൂണും തെറ്റാ. ഹായ് കുട്ടി. അയ്യോ, കുട്ടിയില്ല. ഇവിടുത്തെ ടാക്സി വണ്ടികളാണ് ഗൈസ്. ഇവർക്ക് പ്രത്യേക ടാക്സി സ്റ്റാൻഡുകളും കാര്യങ്ങളൊന്നുമില്ല. എവിടെ നിൽക്കുന്നു അതാണ് അവരുടെ ടാക്സി സ്റ്റാൻഡ്. നമ്മൾ മറ്റേ നമ്മുടെ നാട്ടിലെ ഊബർ പോലെ തന്നെ ഇവിടെ അതിന് പ്രത്യേകതരം ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുക്ക് ചെയ്യുക, അത് കറക്റ്റ് സ്ഥലത്ത് വരിക. അല്ലാതെ ഒരു ടാക്സി സ്റ്റാൻഡായിട്ടില്ല. ഇതാണ് ബസ് സ്റ്റോപ്പ്. 10 ലക്ഷം രൂപയ്ക്ക് ഇന്ന് MLA ഫണ്ടിൽ നിന്ന് പണി കഴിച്ചു എന്ന പേരൊന്നുമില്ല. ഒരു ബസ് സ്റ്റോപ്പ്. ഇടത്തോട്ട് നോക്കൂ, വലത്തോട്ട് നോക്കൂ, ഇനി നേരെ നോക്കൂ. ഇവിടെ മൊത്തം മൊബൈൽ കടകളാണ്. നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഐ മീൻ അത്യാവശ്യ സാധനങ്ങൾ, പച്ചക്കറികളും കാര്യങ്ങളൊന്നുമല്ല, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് വാൾമാർട്ട് ഈ കാണുന്നിടത്താണ് നമ്മുടെ വാൾമാർട്ട് ഉള്ളത്. അവിടെ ഇഷ്ടംപോലെ മൊബൈൽ ഷോപ്പുകൾ, ലാപ്ടോപ്പ് ഷോപ്പുകൾ, മെക്ഡി, അങ്ങനത്തെ പിസ്സ അങ്ങനത്തെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും. ആർക്കെങ്കിലും സാധനങ്ങൾ നാട്ടിലോട്ട് ഇറക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കമ്മീഷൻ തന്നാൽ മതി ഗൈസ്. കുറഞ്ഞ വിലയിൽ സാധനം നാട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് ഷൗവിയാൻ സ്ക്വയർ അല്ലേ? യെസ്. ഇവിടെ അടുത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഏരിയ. എവിടെയാണ്? അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്? കാറിന് പാർക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഏരിയ, ബൈക്കിന് പാർക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഏരിയ. ഇതാണ് നമ്മൾ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യുന്നത്. നമുക്ക് പകലാണെങ്കിൽ 1 യുവാനാണ് ചാർജ് വരുന്നത്, രാത്രിയാണെങ്കിൽ 2 യുവാനാണ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അകത്തെത്തിയിരിക്കുന്നു. അങ്ങനെ ഇവിടെയാണ് നമ്മൾ വരുന്നത്. ഇതാ ഈ പ്ലേസിൽ. അതെ, ബീഫ് സ്റ്റീക്ക് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ബീഫ് സ്റ്റീക്ക്, പിസ്സ. വാ, രണ്ട് ടേബിള് ഇങ്ങനെ രണ്ടെണ്ണോ?我们要食物分离吗？不是一起。不分离。എടാ ഒരുമിച്ച് ഇരിക്കാം. കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അവർ വന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെത്തിക്കഴിഞ്ഞു. റഹ്മാൻ, സച്ചി, BP, അച്ചു, ആവണി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. എടാ 531 അവർ കൊടുക്കുക. എടാ അല്ലാതെ ഒരു 40 ഞാൻ കൊടുക്കണം. ആസ് എ സ്റ്റാർട്ടർ നമ്മൾ കുറച്ച് പിസ്സ, ചിക്കൻ ഫ്രൈ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ വേറെന്താ സാധനം, പിന്നെ ഒരു മധുരമുള്ള സുന, പിന്നെ ചിക്കൻ, മീന്, അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ വാ.
ഇഷ്ടംപോലെ വ്യത്യസ്തമായിട്ടുള്ള റോ ഫുഡ്സ് വെച്ചിട്ടുണ്ട്. അതായത് മീറ്റ്, വെജിറ്റബിൾസ്, പലതരം മീറ്റ്, ഫിഷ് കാര്യങ്ങൾ. നമ്മളിത് എടുക്കുക, അവിടെ ചെന്ന് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും പരിപാടിയൊക്കെ കാണും. നമ്മൾ അവിടെ ചെന്ന് കുക്ക് ചെയ്യുക, കഴിക്കുക. പക്ഷെ അതിനോട് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇവർ പ്രീ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അവർ തിന്നുകൊണ്ടിരിക്കുക അല്ലേ. അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ റോ ഫുഡ്സ്, അതായത് മീറ്റും ഫിഷും ഓയിസ്റ്റർ, ഡക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നു. ഇപ്പം നമ്മൾ കുക്കിങ്ങാണ്. അതായത് അങ്ങോട്ട് കാശ് കൊടുത്ത് ഇവരിവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറിൽ റോ മീറ്റ് ഫ്രീ ആണെന്ന് പറയുന്നത്. റോ മീറ്റ് ഫ്രീ ആണ്, കേട്ടില്ല? റോ മീറ്റ് ഫ്രീ ആണ്. ഓ അങ്ങനെ. റോ മീറ്റ് നമ്മൾ പൈസ കൊടുത്തപ്പോൾ ഫ്രീ ആണ് ഗുയിസ്. ഇവനാണ് ഇപ്പോഴത്തെ മെയിൻ ഷെഫ്. അവനെല്ലാം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇളക്കും, ഇവൻ തിന്നും. ഞാനാണിത് മറിച്ചിട്ട് അത് കുഴപ്പമില്ല, നമ്മൾ കഴിച്ചോളാം കുഴപ്പമില്ല. നീ അല്ലേടാ പറഞ്ഞ നീ സിട്രസും കഴിച്ചോളാന്ന്. നീ അല്ലേ പറഞ്ഞ നീ സിട്രസും കഴിച്ചോളാന്ന്. ഇത് അടുത്ത ഡെസ്ക്. ഇതെന്താ? മഷ്റൂം. ഏത് വേഗമെന്നാണോ ഡൗട്ട്? കുറേ നേരം എടുക്കും. അതേ ഉള്ളൂ. മണം വരുന്നുണ്ടോ? നല്ല എരിവിൻ്റെ മണം വരുന്നു. പക്ഷെ ഒരു ഇന്ത്യൻ ടച്ച് വരുന്നു. ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ മണം വരുന്നു. കുഴഞ്ഞു ചിക്കൻ വേവുന്നതാണ് എനിക്ക് ഡൗട്ട്. അവിടെയായിട്ട് സൂഷി ഐറ്റംസ് ഉണ്ട്. പക്ഷെ അതെനിക്ക് അത്ര, ഞാൻ ഈ സൂഷി ഫാൻ അല്ല, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല സൂഷി ഐറ്റംസ്. ഇനി പറയുന്ന ഓഡിയോ എന്തുമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മൈക്ക്, അല്ലെങ്കിൽ ക്യാമറയുടെ ജസ്റ്റ് ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗുയിസ്. ഓക്കെ ഗുയിസ്, അങ്ങനെ ഏകദേശം കഴിച്ച് പകുതിയിൽ കൂടുതലായി. വീഡിയോ എടുക്കാൻ മറന്നുപോയവരെ ഞാനാണ് കഴിച്ചപ്പോൾ ഓർമ്മിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗുയിസ്. കോള തെറ്റിദ്ധരിക്കരുത്. കൊക്കക്കോള, വെറും കോള. ഇത് ഇവരുടെ ഒരു പ്രത്യേകതരം മസാലയാണ്. ഈ മസാലയ്ക്കകത്ത് നമ്മൾ ചിക്കൻ ഇട്ടാലും ബീഫ് ഇട്ടാലും നല്ലോണം വെന്ത് കുക്ക്ഡായി കിട്ടും. അത് ചെമ്മീൻ്റെ തോൽ എങ്ങനെ കളയുന്ന കമന്റ് ബോക്സിൽ ആരെങ്കിലും രേഖപ്പെടുത്തുക പ്ലീസ്. ഓക്കെ, ചെമ്മീൻ കാണിക്കൂ ഗുയിസ്. ഇതിനെ തോല് കളയുന്നത് കമന്റ് ബോക്സിൽ ഇടുക. ആദ്യത്തെ കമന്റ് ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നതാണ്. അതിന് ഞാൻ ഐഡിയ പറഞ്ഞാ മുഴുവൻ ഇട്ടെങ്കിൽ ചവയ്ക്കുക, എന്നിട്ട് അവസ്ഥ തുപ്പിക്കളഞ്ഞത്. പിന്നെ അത് ബട്ടർ പേപ്പറിൽ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന കോണ്, ചിക്കന്, ഫിഷ്, മഷ്റൂം. കാൻഡിഡ റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്. റിയാക്ഷൻ വീഡിയോസ് ആദ്യം അങ്ങനെയല്ല, പതുക്കെ 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 പതുക്കെ. അവന്റെ റിയാക്ഷൻ എങ്ങനെ? ചിക്കൻ എങ്ങനെ? ചിക്കൻ കൊള്ളാം. ജ്യൂസി ടെൻഡർ. പിന്നെ സ്വന്തം വർഗത്തെ അവൻ പുച്ഛിക്കാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാം. കോഴി. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് കണ്ട് കിളി പോയിരിക്കുന്നത് സ്റ്റോക്ക് നോക്കുന്നത് ചേച്ചി. ഓക്കെ, ഇനി അടുത്ത്
ഫോക്കസ് കിട്ടുന്നില്ലടാ. ഞാനൊരു കുഴപ്പ ഷോട്ട് നോക്കിയത് കിട്ടിയില്ല. അടുത്ത ഓയിസ്റ്ററിന്റെ റിയാക്ഷൻ. ഓയിസ്റ്റർ കഴിക്കില്ല. പുറത്ത് മാത്രമേ ചൂടുള്ളൂ, അത് വലിയ ചൂടൊന്നും. അല്ല, അത് കയ്യിലെടുത്താൽ മതി, കുഴപ്പമില്ല. അത്ര വലിയ ചൂടൊന്നുമില്ല. വളകി വരും, വലിച്ചാൽ മതി. കണ്ട, വലിച്ചാൽ മതി, വന്നോളൂ. ആ, കൊള്ളാമോ ഗൂയ്സ്? Not bad. ഇത് നമ്മുടെ 2 ഡെസ്ക്, 1 2, പിന്നെ ഞങ്ങളുടെ തിക്കും തിരക്കും കണ്ടിട്ട് ഞങ്ങൾക്ക് അവർ 3ാമതൂടെ ഒരു ഡെസ്ക് വന്നു. അപ്പം ഞാൻ ബഹുമാനൂടെ ഇവിടെ നിന്നാണ് കുക്കിങ്ങും തീറ്റയും ചെയ്യുന്നുള്ളൂ. ക്യാമറ ഉണ്ടാ, ഞാൻ സൈലന്റാ. അവരെ കൂടെ ഒന്ന് ഫോക്കസ് സച്ചിന്റെ കോഴിത്തരം ലൈവില്. ഇതിപ്പോ കാണിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പല വെറൈറ്റീസ് ജ്യൂസ് വെച്ചിട്ടുണ്ട്. നമുക്കിതിന്റെ മെയിൻ കാരണം നമുക്കിതിന്റെ ഒന്നും ടേസ്റ്റ് അറിയില്ല. അപ്പൊ കുറച്ച് ജ്യൂസ് എടുക്കുക, ഒരു പൊടിക്ക് ഒഴിച്ചു കുടിക്കുക, അപ്പൊ പുള്ളിലത് മനസ്സിലാവും. അത് നമ്മൾ അങ്ങനെ അടുത്ത ജ്യൂസ് എടുക്കാം. ഇതെന്താണ്? ഇത് പാഷൻ ഫ്രൂട്ട് ലെമൺ. ഇത് 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 പക്ക പാഷൻ ഫ്രൂട്ട്. മാങ്ങോ മാങ്ങ കൊള്ളാം ജ്യൂസ്. ഇതെന്നാടാ? ഗ്രേപ്പാ? വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഇഷ്ടമല്ല. നീ കളർ തണ്ണിമത്ത്. നീ മാങ്ങ ഇതന്നെ ഓറഞ്ചാ? ഓറഞ്ച് പൈനാപ്പിളോ? ഓറഞ്ചാണ് ടേസ്റ്റ്. മാംഗോ ഫിക്സ് ചെയ്ത് മാംഗോനാണ് ടേസ്റ്റ് കൊടുത്തത്. പിന്നെ ജ്യൂസ് മാത്രമല്ല 2 ടൈപ്സ് ഓഫ് വെറൈറ്റി ബിയർ ഉണ്ട്. അത് മാത്രമല്ല, ഇത് മോക്ടെയിലാണോ കോക്ടെയിൽ? മോക്ടെയിൽ അല്ലേ സച്ചി? ഇത് മോക്ടെയിൽ അല്ലേ, കോക്ടെയിൽ അല്ലല്ലോ. നീ സൂപ്പറാടാ. അപ്പോൾ 3 വെറൈറ്റി മോക്ടെയിലും ഉണ്ട്. പിന്നെ ഇത് സാധാ ജ്യൂസ്, ഈ ലെമൺ ജ്യൂസും, പിന്നെ ഇത് ഇവരുടെ തന്നെ ഒരു ഫ്ലേവർ ജ്യൂസാണ്, അത് കൊള്ളാം. പിന്നെ ഇതൊക്കെ എന്തൊക്കെയാ പാല് ഐറ്റം? നമ്മുടെ ചെഞ്ചു. അതായത് പാലിൻ്റെ അകത്ത് ഇതിട്ട് ഇത് കാണിക്കും. പാലിൻ്റെ അകത്ത് ഇതിട്ട് കുടിക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേകതരം, അതായത് കുടിക്കുന്നതിൻ്റെ കൂടുതൽ ഒരു കടി, അത് തന്നെ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനും കിട്ടും. അല്ലേ അമ്മ, ഏറ്റവും വൃത്തിയായിട്ട കടിയാണ് ഇത്. പയറ്, പാലിൻ്റെ അകത്ത് പയറിട്ട്, പാലിന്റെ അകത്ത് മാത്രമല്ല അമ്മ, നമ്മളെ ബർത്ത്ഡേ കേക്കിൽ വരെ വൻപയറ്. യോഗട്ട് ഉണ്ടോ? ഏതോ പാവം പിടിച്ച ജീവിയുടെ തലച്ചോറ് വരെ ഇവിടെ തിന്നാൻ വെച്ചൊക്കെയാണ് ഗൈസ്. നല്ല ഫ്രഷ് തലച്ചോറാണ്, കണ്ടാൽ തന്നെ അറിയാം. മനുഷ്യന്റെ ആകരുത് എന്ന പ്രാർത്ഥനയിൽ ഇവിടുത്തുകാർ കഴിക്കുന്നു. അപ്പൊ ഇന്നത്തെ പവർ വാലിയുടെ ഫുഡ് വീഡിയോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്ത ഫുഡിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഇവിടെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള 2 കുട്ടികളുണ്ട്. അവർക്ക് നാണമാണ് ആക്ച്വലി. അപ്പോൾ we are signing out.